വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന വെരി ഈസി, വെരി സിമ്പിൾ ബട്ട് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് ഡ്രിങ്ക്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വിച്ച് വിൽ ടേക്ക് യു ഓൺലി ലെസ് ദാൻ 5 minutes ടു പ്രിപ്പയർ. സോ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോൻ്റെ അകത്ത് ഞാൻ പറഞ്ഞത് ഞാൻ അപ്ലൈ ചെയ്ത പ്രൊഡക്ട്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് ദിസ് വീഡിയോസ് അപ്പോൾ ദ ഇൻടേക്ക്. അപ്പോൾ ഈ വീഡിയോയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ സീരീസ് അങ്ങ് കംപ്ലീറ്റ് ആവുകയാണ്. ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ മോർണിംഗ് ടു നൈറ്റ് പല പല സമയത്ത് കൺസ്യൂം ചെയ്യാൻ പറ്റിയിട്ടുള്ള 5 ഡ്രിങ്ക്സിനെ പറ്റിയിട്ടാണ്. 5 ഡ്രിങ്ക്സ് അല്ല, 4 ഡ്രിങ്ക്സും ഒരു സ്നാക്കിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മോർണിംഗ് തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഡ്രിങ്കാണ് ആദ്യം ജിഞ്ചർ ടർമറിക് ഷോട്ട്. ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇഞ്ചി വേണം, ഒരു വലിയ പീസ് ഇഞ്ചി. എന്നിട്ട് അതിൻ്റെ പകുതിയോളം വരുന്ന അത്രയും നമുക്ക് കസ്തൂരി മഞ്ഞൾ വേണം, നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ 2 ഓറഞ്ച് വേണം, പിന്നെ ഒരു നാരങ്ങ, പിന്നെ കുറച്ച് മാത്രം കുരുമുളക് പെപ്പർ വേണം, നമ്മുടെ മഞ്ഞളിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് 2 സ്പൂൺ ഒലീവ് ഓയിൽ, ഹെൽത്തി ഫാറ്റിന് വേണ്ടിയിട്ട്. ഈ ജിഞ്ചർ ടർമറിക് ഷോട്ട് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഡൈജഷനും ഡീടോക്സിഫിക്കേഷനും ഇമ്മ്യൂണിറ്റിക്കും സ്കിൻ ഗ്ലോയ്ക്കും എല്ലാം വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഞാൻ ജിഞ്ചർ ടർമറിക് ഷോട്ട് എന്നാണ് പറഞ്ഞത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ജ്യൂസ് കുടിക്കുന്ന ക്വാണ്ടിറ്റിയിൽ ഇത് കുടിക്കാൻ പറ്റില്ല. നമ്മളൊരു ഷോട്ട് പോലെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ. ഞാനിത് യൂഷ്വലി വൺസ് ഇൻ എ വീക്കാണ് പ്രിപ്പയർ ചെയ്യാറുള്ളൂ. യൂഷ്വലി സൺഡേസ് ആണ് ഇത് പ്രിപ്പയർ ചെയ്യാറ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഇത് ഉണ്ടാക്കുമ്പോഴും ഇത് 1 വീക്ക് നിൽക്കും. കാരണം നമ്മളൊരു ഷോട്ട് പോലെയാണല്ലോ ഇത് എടുക്കുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കടയിൽ നിന്ന് കുഞ്ഞു ബോട്ടിൽസ് മേടിക്കാൻ കിട്ടും. അതിനകത്ത് നമുക്ക് ഈ സാധനം നമുക്ക് ഡെയിലിയിലേക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് ഇങ്ങനെ 7 ബോട്ടിൽസ് വാങ്ങിച്ച് 7 ബോട്ടിലോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി അതിൽ ഓരോ ബോട്ടിലും എടുത്തിട്ട് കുടിച്ചാൽ മതി. നെക്സ്റ്റ് വൺ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിറ്റോക്സ് ഡ്രിങ്കാണ് ABC പ്ലസ് ആംല ജ്യൂസ്. ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു ആപ്പിള്, ഒരു ബീട്രൂട്ടിൻ്റെ പകുതി മതി, ഒരു ക്യാരറ്റ്, ഒരു നെല്ലിക്ക, ഇത്ര ഐറ്റംസ് മതി. കോമൺലി ഇതിനെ ABC ജ്യൂസ് എന്നാണ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു മോസ്റ്റ് പോപ്പുലർ ഗ്ലോ ഡ്രിങ്ക് ആണെന്ന് പറയാം. കാരണം നമ്മൾ എവിടെ പോയിട്ടാണെങ്കിലും ഗ്ലോ ഡ്രിങ്ക് റെസിപ്പി, ഒരു DIY ഗ്ലോ ഡ്രിങ്ക് റെസിപ്പി എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു കോമൺ റെസിപ്പിയാണിത്. ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസ് അഥവാ ABC ജ്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ കൂടെ ഒരു നെല്ലിക്കയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഈ കോമ്പിനേഷൻ കുറച്ചും കൂടെ ഹിറ്റാകാം. നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, പ്രിഫറബിളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ കഴിക്കാം. ഇത് നമുക്ക് മെറ്റബോളിസത്തിനും ഡീടോക്സിഫിക്കേഷനും സ്കിൻ ഗ്ലോയ്ക്കും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട് ജ്യൂസ്. നമുക്കൊരു മിഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഈവനിങ് പ്രീ വർക്കൗട്ട് ഡ്രിങ്ക് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഡ്രൈ ഫ്രൂട്ട് ജ്യൂസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് 5 ബദാം, 2 ഫിഗ്, 5 പിസ്ത, 3 ഡേറ്റ്സ്, 15 ഡ്രൈ ഗ്രേപ്സ്. സോ ഡ്രൈ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്യാറ്. സോ നമ്മൾ ഈ പറഞ്ഞ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് നെക്സ്റ്റ് ദിവസം രാവിലെയാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ഫ്രഷ് വെള്ളത്തിൽ മിക്സിയിലിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ ഓവർ ആക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 3-4 എല്ലിയും കൂടെ അതിൻ്റെ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് വൺ ഒരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്കൊരു ആപ്പിളും ഒരു പോമഗ്രാനേറ്റും മാത്രം മതി. നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രിങ്ക്സ് എല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു 1 വീക്കിൽ തന്നെ രാവിലെ വൈകുന്നേരം കഴിച്ചാൽ തന്നെ നമുക്കൊരു നല്ല വിസിബിൾ റിസൾട്ട്സ് കാണാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണിത്. നമുക്ക് ഈ ആപ്പിളും പോമഗ്രാനേറ്റും മാത്രമായിട്ടൊരു സ്നാക്കായിട്ട് കഴിക്കാം. അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ യോഗേർട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ഓട്സിൻ്റെ കൂടെ ആണെങ്കിലും ഇത് മിക്സ് ചെയ്ത് കഴിക്കാം. എനിക്ക് പേഴ്സണലി ഇത് വെറുതെ കഴിക്കണമെന്ന് ഇഷ്ടം. കാരണം ഈ ആപ്പിൾ പോമഗ്രാനേറ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ടൈം ബിഫോർ ബെഡ് ഡ്രിങ്കാണ് ക്ലവ് വാട്ടർ. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 2-3 കരയാമ്പ് ഇടുക. അതല്ലെങ്കിൽ കുറച്ച് മാത്രം കരയാമ്പ് പൊടിച്ച പൊടി ഇടുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹണിയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് കുടിക്കാം. ഈ ക്ലവ് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഡൈജഷനും സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാനും സ്കിൻ ഹെൽത്തിനും ഇമ്മ്യൂണിറ്റിക്കും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഹായ് ഗൈസ്, ഇവിടെ കറണ്ട് പോയി. ബട്ട് എനിവേ കുഴപ്പമില്ല, നമ്മുടെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിരുന്നല്ലോ ഓൾറെഡി. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല, എല്ലാവരും വർക്ക് ചെയ്യുവാണ്, ഇതിന് വേണ്ടി കളയാൻ സമയം ഉണ്ടാവില്ല എന്നെല്ലാം അറിയാം. പക്ഷേ ഞാൻ ഉണ്ടാക്കിയ എല്ലാ ഡ്രിങ്കും നമുക്കൊരു 5 മിനിറ്റിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഡ്രിങ്കുകളാണ്. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഈസിലി നമ്മുടെ ഡയറ്റിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. എല്ലാവരും കഴിക്കണം. ഇത് തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ആയിട്ടൊക്കെ കഴിച്ചിരിക്കണം. എൻ്റെ ഒരു എക്സ്പീരിയൻസും കൊണ്ട് ഞാൻ പറയണതാണ്, ലൈഫ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് വർക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇനി വേറൊരു കണ്ടൻ്റായിട്ട് പിന്നീട് ഒരിക്കൽ വരാം. ഓക്കെ, ബൈ യു ഗൈസ്, ചിയേഴ്സ്, ബൈ.